പുതിയങ്ങാടിയിൽ ചിലർ നടത്തുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് എം വിജിൻ എം.എൽ.എ. ചൂട്ടാട് അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി വേഗത്തിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ചില ആളുകൾ മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എം.എൽ.എ. പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് പാലക്കോട് ചൂട്ടാട് അഴിമുഖങ്ങളിൽ 28 കോടി രൂപ ചിലവിൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചത്. പ്രവൃത്തി ഒക്ടോബറിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലർ നടത്തുന്ന പ്രതിഷേധങ്ങൾ തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്. ചില ആളുകൾ മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എം.എൽ.എ. പറഞ്ഞു. പുലിമുട്ട് നിർമ്മാണത്തിന്റെ യഥാർത്ഥത്തിൽ ആവശ്യമുയർത്തിയത് പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളാണ്. അവർ വർഷങ്ങളായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം പുലിമുട്ടാണ് എന്നുള്ളത് ഏറ്റവും ആദ്യം ഉയർത്തിയത് മത്സ്യത്തൊഴിലാളികളാണ്. സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ മത്സ്യത്തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. കോടിക്കണക്കിന് പദ്ധതികളുടെ വികസനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങളെയെല്ലാം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അത് രാഷ്ട്രീയവൽക്കരിച്ച് ചിത്രീകരിക്കാനാണ് ചില ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം വികസന പദ്ധതികൾക്കെതിരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ചില ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ചില രാഷ്ട്രീയ കോണുകളിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനോടകം തന്നെ സർക്കാർ വിവിധ പദ്ധതികളാണ് പുതിയങ്ങാടി മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കല്ലുമുക്കായ ഹാച്ചറി, കടൽഭിത്തി നിർമ്മാണം ഉൾപ്പെടെ ഇതിൽ പെടുന്നുണ്ട്. അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യണമെന്ന പരാതി ഉയർന്ന സമയത്ത് തന്നെ ജില്ലാ കളക്ടറെയും ഡെപ്യൂട്ടി കളക്ടറെയും ഉൾപ്പെടെ സമീപിച്ചിരുന്നു. അധികൃതരുമായി ചർച്ച ചെയ്ത് ഡ്രഡ്ജിംഗ് പ്രവൃത്തി വേഗത്തിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ അഴിമുഖത്ത് നിന്ന് നീക്കം ചെയ്യുന്ന മണൽ എവിടെ നിക്ഷേപിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ടെന്ന് എം.എൽ.എ. കൂട്ടിച്ചേർത്തു. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും നാടും കാണേണ്ടത്, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും കാണേണ്ട ഒരു ഭാഗമുണ്ട്. കഴിഞ്ഞ വർഷം ഡ്രഡ്ജിംഗ് നടത്തി മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിനനുസരിച്ച്. ഡ്രഡ്ജിംഗ് നടത്തുന്ന മണൽ എവിടെ നിക്ഷേപിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ പാലക്കോട് പ്രദേശത്ത് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ബോധപൂർവമായി ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായി. ചില രാഷ്ട്രീയ ഇടപെടലുകൾ അതിനകത്തുണ്ടാകുന്നു. ഈ മണൽ എവിടെ നിക്ഷേപിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം കടലുമായി ബന്ധമില്ലാത്ത ചെറുതാഴ പഞ്ചായത്തിലേക്ക് നമുക്ക് പൂർണ്ണമായും ഈ ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ നിക്ഷേപിക്കേണ്ടതായി വന്നത്. ഈ വർഷവും വലിയ ആശങ്കയുണ്ട്. ഡ്രഡ്ജിങ് കഴിഞ്ഞാൽ ഈ മണൽ എവിടെ നിക്ഷേപിക്കുമെന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.